അല്ലാതെ അനുവാദം ഇല്ലാതെ അകത്ത് കയറി വരുന്ന ആള് ആരാ? അഞ്ജലിയാണോ ഇത്? ഇതാരാ? അഞ്ജലിയാണോ? റോസപ്പൂ. ഇതാരത്? അഞ്ജലിയാ? പണ്ട് ഞാൻ കുഞ്ഞിലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്തോരം റോസാപ്പൂ ഒന്നും പറയില്ലേ? അപ്പൊ ഞാൻ ഒരെണ്ണം തന്നില്ലെങ്കിൽ മോശമല്ലേ? എവിടെയോ കണ്ടുണ്ട്. അതാണ്. ഇതാണോ അഞ്ജലി? അറിയില്ല, ചോദിക്കട്ടെ. എന്നെ ഓർമ്മല്ലേ? അഞ്ജലി രാജ്. അഞ്ജലി! അങ്ങനെ ഞാൻ അഞ്ജലിയെ കണ്ടെത്തിയിരിക്കുന്നു. അഞ്ജലി പുഷ്പാഞ്ജലി. ചേട്ടാ, ആ കൊച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അയ്യോ, ഭയങ്കര കോയിൻസിഡൻസ് ആയി പോയി കേട്ടോ. ഞാൻ ഞെട്ടി. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചുമ്മാ തമാശക്കല്ലേ അഞ്ജലി എന്നൊക്കെ പറഞ്ഞ്. അല്ല, ഞങ്ങള് തമാശക്കായിരുന്നു. ഡെയിൻ സീരിയസ് ആയിട്ടാണ് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, ഇതെങ്ങനെ എപ്പിസോഡ് കണ്ടോ കഴിഞ്ഞ ആഴ്ച? കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ ലെറ്റർ ഇട്ടപ്പോ ഞാൻ ഓർത്ത് ഡെയിൻ പണ്ടത്തെ നമ്മുടെ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന്. എവിടെ വെച്ചാ കണ്ടത് അഞ്ജലി? ഒറിജിനലല്ലേ? ഞങ്ങള് പണ്ട് കരുവന്നൂർ LP സ്കൂളില് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഡെയിൻ ചേട്ടൻ 8ാം ക്ലാസ്. അല്ലല്ലോ, വർഷം പറ. ഞാൻ 8ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. വർഷത്തിലൊക്കെ എന്ത് കാര്യം? അല്ല, അതല്ല. ആരൊക്കെ വന്നു പോയത് ഡെയിൻ തന്നെ ഓർമ്മയില്ല. 4 വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഇനീഷൻ എന്തായിരുന്നു? അഞ്ജലി പണ്ട് എന്നെ തക്കിടുന്നു ഞാൻ ടുട്ടുമോൻ നല്ല വിളിച്ചോണ്ടിരുന്നു. എന്ത് ടുട്ടുമോനോ? ടുട്ടുമോൻ. ടുണ്ടുമോൻ എഴുതിയ കത്താണോ ഇത്? ആണോ? അതെ. അഞ്ജലി രാജ്, ചപ്രൗസ്, കരുവന്നൂർ. തൃശ്ശൂരാ? അല്ലാണ്ട് പിന്നെ? അപ്പൊ ഞാൻ പഴയ എന്റെ കൂടെ പഠിച്ച അഞ്ജലിമാർക്കൊക്കെ പെട്ടെന്ന് ഞാൻ എല്ലാ അഞ്ജലിമാരും കുറച്ച് അഞ്ജലിമാരുണ്ടല്ലോ ഈ പ്രായമായില്ല. അപ്പൊ കുറെ അഞ്ജലിമാരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അഞ്ജലി എന്ന് വിളിക്കുക? അല്ല, അഞ്ജലിമാരെ അഞ്ജലി എന്ന് വിളിക്കും. കീർത്തനാന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ആ അഞ്ജലിമാർക്കൊക്കെ എഴുതിയായിരുന്നു. പക്ഷെ ഈ അഞ്ജലി രാജ് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും അഞ്ജലി രാജ് കത്ത് ഒന്ന് വായിക്കാൻ അഞ്ജലി 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 3 പ്രാവശ്യം അഞ്ജലി പോലെ ഉണ്ട്. ഒരു കാര്യം ഞാൻ തന്നെ വായിക്കാം. വേണ്ട, ഞാൻ വായിക്കാൻ അറിയില്ല. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഫീൽ കിട്ടില്ല. ഞാൻ എഴുതിയ ഫീൽ കിട്ടണ്ടേ? കുറച്ച് വികാരത്തി വായിക്കേ. നീ എന്നെ മറന്നുവോ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിനക്ക് ഇഞ്ചിമിഠായുമായി സ്കൂളിന്റെ ഗേറ്റിനരികിൽ കാത്തു നിന്ന ആ 6ാം ക്ലാസ്സുകാരനായ നിന്റെ സ്വന്തം ഡുണ്ടുമോനെ. അന്ന് ഞാൻ നിന്റെ ഡുണ്ടുമോനായിരുന്നു. നീ എന്റെ തക്കടു. എന്ത് ചെയ്യാം അഞ്ജലി, എന്റെ ജീവിതം അന്നത്തെ പോലെ ഇന്നും നഷ്ടബോധങ്ങളുടേത് മാത്രമാണ്. നഷ്ടബോധങ്ങളുടേത്? അത് അക്ഷരത്തെറ്റാ. ഈ 6ാം ക്ലാസ്സിൽ ഈ ഇത് പഠിപ്പിച്ച ദിവസം മിസ് ആയിരുന്നു. നഷ്ടബോധങ്ങളുടേത് മാത്രമാണ്. അതാണ്. ഇവിടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ വേദിയിൽ ആശ ചേച്ചിയും മധുചേട്ടനും മഞ്ജരിയും എല്ലാം കണക്കിന് കളിയാക്കുമ്പോഴും അതെ ഒരു പേര്. എന്റെ തക്കുടു, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നെ വീണ്ടും വീണ്ടും ആങ്കർ ചെയ്യാനും ഫ്ലോറിൽ നിൽക്കാനും പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു തെറ്റിന്റെ പുറത്ത് ഞാൻ നിന്നെ ഓർത്തു, ഒരുപാട് ഓർത്തു. നീ എവിടെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്റെ അഞ്ജലി എവിടെയാണ്? 3 പ്രാവശ്യമുണ്ട്. നിനക്കറിയാമോ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും ഇപ്പോൾ ഇത്രയും സുന്ദരനായി ആങ്കറായി ലോകമെങ്ങുമുള്ള മലയാളികളുടെ മനസ്സ് കീഴടക്കുമ്പോഴും അത് ഹൈലൈറ്റ്. അത് ഒരു വലിയ പൂജ്യമായത് അല്ല, പൂജ്യമായതല്ല, സ്റ്റാർ ആയത്. ശരി. എന്നും എന്നെ ആനമുട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഡ്ജസ് കളിയാക്കുന്നത് അത് കേൾക്കുമ്പോ ഫ്ലോറിൽ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങി പോകാൻ തോന്നും. പിന്നെ പട്ടിണിയെ പറ്റി ഓർക്കുമ്പോ വേണ്ടെന്ന് വെക്കും. അഞ്ജലി, നീ വരുവാണെങ്കിൽ ഞാൻ ഒരു പണിക്കും പോവാതെ നിന്റെ കൂടെ നിന്നോളാം. നീ പണിക്ക് പോകുന്നു, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. എന്റെ പട്ടിണി നീ മാറ്റുന്നു. അങ്ങനെ ഒരു പട്ടിണി ഇല്ലാത്ത ഒരു ജീവിതം, അതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. അഞ്ജലി, നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു. നീ വരില്ലേ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ വേദിയില്? എന്റെ ഉള്ളിലെ ആ ഒരു കലാകാരൻ പണ്ട് എപ്പോഴും ഉറങ്ങിപ്പോയതായിരുന്നു. പക്ഷെ എന്തോ കഴിഞ്ഞ ആഴ്ച അഞ്ജലിയെ പറ്റി പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ ഒരുപാട് സ്മരണകൾ എന്നിലേക്ക് വന്നു. അഞ്ജലി അഞ്ജലി എങ്ങും അഞ്ജലി മാത്രം. പക്ഷെ ആ കത്ത് എഴുതി അഞ്ജലി രാജ് കയറി വരുന്നത് ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ അത് വേറെ അഞ്ജലി ആയിരുന്നു. കുറെ അഞ്ജലിമാരെ പരിചയപ്പെട്ടിരുന്നു.
എല്ലാ അഞ്ജലിമാർക്കും ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓ അയച്ചായിരുന്നു. അത് ശരി. ഏതെങ്കിലും അഞ്ജലി വരാണെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഇതൊക്കെ അഞ്ജലി കേട്ടിട്ട് ഈ അഞ്ജലിക്ക് എന്താ തോന്നണത്? ഞാൻ ഈ ലെറ്റർ വായിച്ചപ്പോ പണ്ട് അഞ്ജലി ആ മുടി ഈ ലെറ്റർ വായിച്ചപ്പോഴത്തേക്കും പണ്ട് എന്റെ അച്ഛൻ്റെ പല്ലടിച്ചൊക്കെ ഓർത്ത് അതാണ് ഓക്കേ. അച്ഛന്റെ മോൾ അതാണ് അഞ്ജലി. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, പല്ലിന് എന്തോ തിളങ്ങുന്നുണ്ട്. അതെ, ആ പല്ല് അന്ന് പോയതുകൊണ്ടാ ഇപ്പൊ കമ്പിട്ടത് ഇങ്ങനെ നേരെയാക്കേണ്ടി വന്നേ. ഇപ്പഴാണത് ഓർമ്മ വന്നതല്ലേ? സത്യം, എന്റെ അണപ്പല്ല് അന്ന് പോയ പോക്കാ. ഈ അണപ്പല്ല് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയോ? അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഹോർലിക്സിന്റെ കുപ്പിയിൽ അങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും. എന്തിനാ? അത് വളരുന്നുണ്ടോന്ന്. അതെ, എനിക്കറിയാം അഞ്ജലി ഇങ്ങനെ എന്നെ തേടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം അഞ്ജലി. നമുക്ക് ഇതിനെ പറ്റി വിശദമായിട്ട് ഈ ഷോ കഴിഞ്ഞിട്ട് സംസാരിച്ചാലോ? എന്തിനാ നമ്മൾ നാട്ടുകാരൊക്കെ കേൾക്കുന്നേ? അഞ്ജലി ഓ സൈറ്റ് അടിച്ച് കാണിച്ചല്ല. അഞ്ജലി മുടി സ്ട്രേറ്റ് ചെയ്തോ? നടന്നോളൂ സ്ട്രേറ്റ് ചെയ്തോ? ചെറുതായി. ആണോ? പഴയ ലുക്കായിരുന്നു നല്ലത്. ആ ഉണ്ടക്കണ്ണൊക്കെ ആയിട്ടുള്ള കണ്ണു കണ്ണിങ്ങനെ പറ്റുക